പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞത് ഗവർണറുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഇനി അദ്ദേഹം ഇടയ്ക്ക് ചോദിക്കുന്നത് കേട്ടു, തമിഴ്നാടിന്റെ കാര്യം എടുത്തിട്ടു. ഇതങ്ങ് കർണാടകത്തിൽ പറഞ്ഞു കൊടുത്താൽ പോരെ, അല്ലെങ്കിൽ തെലങ്കാനയ്ക്ക് പറഞ്ഞു കൊടുത്താൽ പോരെ? ഇപ്പൊ അവിടെ രണ്ടിടവും നിങ്ങളുണ്ടല്ലോ, രാജസ്ഥാനിലല്ലേ ഇല്ലാത്ത. അപ്പൊ തമിഴ്നാട്ടുകാർ PMC ഒപ്പിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ കോൺഗ്രസ് പാർട്ടിയുടെ ഗവൺമെന്റിനെ കുറിച്ച് പറയാം. നിങ്ങള് തമിഴ്നാടിന്റെ മറ്റ് സ്റ്റേറ്റിന്റെ അവിടെ ഇരിക്കട്ടെ, കോൺഗ്രസ് പാർട്ടി ഗവൺമെന്റ് PMC തുടരുന്നുണ്ടോ ഇല്ലയോ? അവര് പിന്മാറിയിട്ടില്ല, അവരത് തുടരുകയാണ്. അവര് പറയുന്നത് ഞങ്ങൾ അങ്ങനെയൊക്കെ ചീത്ത ആളുകളാണ്, ഞങ്ങളെ അങ്ങനെ നിങ്ങൾ നോക്കി നന്നാക്കണ്ട, നിങ്ങൾ ശരിയായ മതി. ഈ വർത്താനാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി വേറൊരു അപകടകരമായ സംഭവം കഴിഞ്ഞ ദിവസങ്ങളുണ്ടായി. അത് അജിം ഷാ ഇടയ്ക്ക് ആ പ്രശ്നം എടുത്തിട്ടു. രാജസ്ഥാൻ ബീഹാർ, ഒഡീഷ തുടങ്ങിയിട്ടുള്ള സ്റ്റേറ്റുകൾ, ആ സ്റ്റേറ്റുകളിൽ നിന്ന് ഹരിയാന 11 MLA-മാർ BJPക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു. അത് ഹരിയാനയിലെ 4 പേർ വോട്ടെടുപ്പിൽ നിന്ന് സ്വയം അസാധുവാക്കി. അതായത് കോൺഗ്രസിന്റെ MLA-മാർക്ക് രാജ്യസഭ മെമ്പറെ തെരഞ്ഞെടുക്കാനുള്ള അറിവില്ലായ്മയുടെ ഭാഗമായിട്ട് അവരെ അസാധുവാക്കി. കാരണം കേരള അസംബ്ലിക്കകത്ത് ദേവസ്വം ബോർഡിൽ എത്ര പ്രാവശ്യം ദേവസ്വം മന്ത്രി ആ ബോർഡ് യോഗത്തിൽ പങ്കെടുത്തെന്ന് ചോദ്യം ചോദിച്ചത് കോൺഗ്രസിന്റെ MLA-മാരാ. എനിക്ക് ആ മണ്ടത്തരം മനസ്സിലാവും. പക്ഷെ ഈ പാർലമെന്ററി പാർട്ടി എന്നൊരു സംവിധാനമില്ലേ, ആ സംവിധാനത്തിനകത്ത് ദേവസ്വം ബോർഡ് മന്ത്രിക്ക്, ദേവസ്വം വകുപ്പ് ബോർഡ് മന്ത്രിയല്ല, ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് ദേവസ്വം ബോർഡിൽ പങ്കെടുക്കാനുള്ള അധികാരമില്ലെന്ന് പോലും അറിയാൻ വയ്യാത്തവരാണ് കോൺഗ്രസിന്റെ MLA-മാരെന്നുള്ളത് അവർ പരിശോധിച്ചാൽ മതി. അതിരിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ 11 MLA-മാർ നടത്തിയപ്പോ BJPക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തപ്പോ ഉണ്ടായ പ്രശ്നം എന്താ? ഡീലെന്ന് പറഞ്ഞാൽ അതാ. കാരണം അത് 1 കോടിക്കും 10 കോടിക്കും 100 കോടിക്കും തീരുന്ന ഡീലല്ല. രാജ്യസഭയിൽ സിംഗിൾ മെജോറിറ്റി ഉണ്ടാക്കി കൊടുക്കുകയാണ് BJPക്ക്. ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് കയറി അള്ളിപ്പറിക്കണമെങ്കിൽ BJPക്ക് രാജ്യസഭയിലെ ഭൂരിപക്ഷം കൂടി കിട്ടണം. ആ രാജ്യസഭയിലെ ഭൂരിപക്ഷം ഉണ്ടാക്കി കൊടുക്കാൻ ആദ്യം പ്രവർത്തിച്ച ആളിന്റെ പേര് KC വേണുഗോപാൽ എന്നാ. അദ്ദേഹമാണ്, KC വേണുഗോപാലാണ് രാജസ്ഥാൻ പാർലമെന്റ് അംഗം. ഇല്ല, അവസരമില്ല. ഇപ്പൊ ഞാൻ സംസാരിച്ചോണ്ടിരിക്കുക. ആ മിടുക്കൊന്നും കാണിക്കണ്ട കയറി. അല്ല, ആ മിടുക്കൊന്നും കാണിക്കണ്ട. കുറെ നേരമായി തുടങ്ങി. തൗഫീഖിന് ഇഷ്ടം പോലെ സമയം തരും. ബേളം ഉണ്ടാക്കാതിരി, ഈ അസ്വസ്ഥത ഉണ്ടാകാതിരി. KC വേണുഗോപാൽ രാജ്യസഭ മെമ്പറായിരുന്നു രാജസ്ഥാനിൽ നിന്നുള്ള. അദ്ദേഹം കോൺഗ്രസിന്റെ ദേശീയ നേതാവാണ്. എന്തിനാ രാജിവെച്ചേ? ആ രാജിവെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിന് ആ സീറ്റ് കിട്ടുമെങ്കിൽ ഓക്കെ, മറ്റൊരാളെ പരിഗണിക്കാൻ വേണ്ടി രാജിവെച്ചു. ആ രാജിവെച്ചാൽ ആർക്കാ പാർലമെന്റ് സീറ്റ് പോന്നെ? അവിടെ BJPക്ക് കിട്ടി, ഒരു ഭട്ടിന് ജയിക്കുകയും ചെയ്തു. ഒരു സീറ്റ് KC വേണുഗോപാലിന്റെ വകയായിട്ട് കൊണ്ടുകൊടുത്തു. എന്തിനാ കേരളത്തിലേക്ക് വന്ന് മത്സരിച്ചത്? ആർക്കാ അറിയാൻ വയ്യാത്ത? കേരള രാഷ്ട്രീയം പിടിക്കാൻ. ആ കേരള രാഷ്ട്രീയം പിടിക്കാൻ ഇറങ്ങിയപ്പോഴാണ് സുധാകരന്റെ സീറ്റുമായി ബന്ധപ്പെട്ട് ഇത്രയും ദിവസം നിങ്ങൾക്ക് തർക്കിക്കേണ്ടി വന്നേ. അതുകൊണ്ടാണ് VD സതീശൻ 1 മണിക്കൂറിനകം ഇലക്ഷൻ പ്രഖ്യാപിച്ച് 1 മണിക്കൂർ പുതിയ യാത്ര അവിടെ ചെന്നാലുടൻ പിന്നെ 24 hours ആയി, പിന്നെ 24 ദിവസമായി. എന്തുകൊണ്ടാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കാൻ കഴിയാതെ പോയത്? KC വേണുഗോപാല് കെ സുധാകരനെ അടുപ്പിച്ചില്ല. രമേശ് ചെന്നിത്തല, VD സതീശൻ, ഈ 3 പേരും ഖാർഗെയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കൂടെ ഡൽഹിയിൽ ഇരുന്ന് നടത്തിയ ഒരു 3-4 ദിവസക്കാലത്തെ ചർച്ചയാണ്. ആ ചർച്ചയിൽ ആരുടെ ഗ്രൂപ്പിനാണ് കൂടുതൽ MLA-മാരെ ഉണ്ടാക്കാൻ? അങ്ങനെ KC വേണുഗോപാൽ പക്ഷത്തിന് കൂടുതൽ MLA-മാരെ ഒപ്പിച്ച് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ ഇടപെടാൻ വേണ്ടി ഒരു പാർലമെന്റ് സീറ്റ് BJPക്ക് കൊടുത്ത പാർട്ടി നേതാവിന്റെ പേര് കൂടിയാണ് KC വേണുഗോപാൽ. അതിന്റെ തുടർച്ചയാണ് എംബ്രാൻ അല്പം കട്ടുപുജിച്ചാൽ അമ്പലവാസികളൊക്കെ കാക്കും. 11 MLA-മാർ കൂടിക്കൊണ്ട് BJPക്ക് MP-മാരെ ഉണ്ടാക്കി കൊടുത്തിട്ട് നിൽക്കുക, കേരളത്തിൽ വന്നിരിക്കുക ഡീലിനെ കുറിച്ച് പറയാൻ. ഇത് ആര് വിശ്വസിക്കുന്ന തൗഫീഖ്? ഭരണഘടന അമെന്റ്മെന്റ് ചെയ്യാൻ അവർക്ക് സിംഗിൾ മെജോറിറ്റി ഉണ്ടാക്കി കൊടുക്കുന്ന ജോലി ഇന്ത്യ രാജ്യത്ത് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെല്ലാം, ഇന്ത്യ മുന്നണി നിൽക്കുന്നവരെല്ലാം BJP പരാജയപ്പെടുത്താൻ അഹോരാത്രം പാടുപെടുകയാണ്. നിങ്ങൾ ബീഹാറിൽ സീറ്റ് പിടിച്ചു വാങ്ങിക്കുന്നു, മറ്റിടത്ത് സീറ്റ് പിടിച്ചു വാങ്ങിക്കുന്നു. ഡൽഹിയിൽ BJPക്കെതിരായി ശക്തമായ പോരാളിയായിരുന്ന ഒരു മനുഷ്യനെ കള്ള അഴിമതി ആരോപണം ഉന്നയിക്കുന്നു. ആര്? രാഹുൽ ഗാന്ധി. എന്നിട്ട് അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കുന്നു. സുപ്രീം കോടതി അദ്ദേഹത്തെ വെറുതെ വിടുന്നു. അങ്ങനെ ഭരണം BJPയുടെ കയ്യിലേൽപ്പിക്കുന്നു. ഇനി ആർക്കൊക്കെ എവിടുന്നൊക്കെ പിടിച്ചു കൊടുക്കാവുന്ന റോബർട്ട് വദ്രയും നരേന്ദ്രമോദിയായിട്ടുള്ള കരാർ നിങ്ങൾ പറഞ്ഞാൽ മതി. കാരണം 170 നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ?
ഈ ഇലക്ട്രൽ ഫണ്ടിനകത്ത് 176 കോടി രൂപയാണ് ഇന്ത്യയിലെ ഏതെങ്കിലും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ BJPക്ക് ഇലക്ട്രൽ ഫണ്ട് കൊടുത്തിട്ടുണ്ടോ? നിങ്ങളുടെ പ്രിയങ്ക ഗാന്ധിയുടെ ജീവിത പങ്കാളിയാണ് 176 കോടി രൂപ കൊടുത്തത്. ആർക്ക്? നിങ്ങളുടെ രാഹുൽ ഗാന്ധിയുടെ അളിയൻ, നിങ്ങളുടെ രാഹുൽ ഗാന്ധിയുടെ സഹോദരി ഭർത്താവ്, 176 കോടി കൊടുത്തത്. അങ്ങനെയാണ് കോൺഗ്രസും BJPയും ഡീല്. ഇനി നിങ്ങള് ഈ ഇവിടുന്ന് ചില ആളുകൾ പോകുന്നതിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞല്ലോ. രാജേന്ദ്രൻ, രാജാന്ന് ആദ്യം പറഞ്ഞത്, തമ്മിൽ തിരിച്ചറിയാൻ വയ്യാതെ പോയതാ രാജേന്ദ്രൻ. പിന്നെ ആരാണ്? G. സുധാകരൻ നിങ്ങളുടെ പാർട്ടിയിലേക്ക് വന്നു. പിന്നെ ആരാണ്? ആയിഷ പോറ്റി. എന്റെ തൗഫീഖ്, ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെയോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയോ ചരിത്രത്തിൽ എനിക്ക് സഞ്ചരിക്കാൻ കാറ് തരാത്തോണ്ട് ഞാൻ ഒരു പാർട്ടിയെ ഉപേക്ഷിക്കുന്നു ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ആരെയാ പിടിച്ചു നിർത്തിയിരിക്കുന്നേ? നിങ്ങൾ ബീക്കൺ ലൈറ്റുള്ള കാറ് കൊടുത്തില്ലെങ്കിൽ നിങ്ങളിൽ നിന്നും അവര് പോകും. ഇവിടെ ത്യാഗതനരായ പ്രവർത്തകർ സംഘടിപ്പിച്ച ഒരു പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് പറയുക, എനിക്ക് 4 പ്രാവശ്യം ഞാൻ MLA ആയി, 2 പ്രാവശ്യം MLA ആയി, ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി, ഇപ്പൊ എനിക്ക് ബസ്സിൽ കയറി നടക്കാൻ വയ്യ, ഞാൻ ഒരു കാറ് മാത്രമേ ചോദിച്ചുള്ളവരോട്, അത് തരാത്തോണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ വരികയാ. മറ്റൊരാളിന്റെ സമീപനം എന്താ? 75 വയസ്സ് കഴിഞ്ഞു, 4 പ്രാവശ്യം MLA ആയി, മന്ത്രിയായി, സകലതും കൊടുത്തു കഴിഞ്ഞപ്പോ മരിക്കുന്നത് വരെ തരണം. അതിന് അദ്ദേഹം പറയുകയാണ്, ലെനിൻ മരിക്കുന്നത് വരെ അവിടെ ഭാരവാഹിയായിരുന്നു. ലെനിൻ 7 വർഷമായിരുന്നേ. മരിക്കുന്നത് വരെ എനിക്ക് തരണം, മരിക്കുന്നത് വരെ തന്നില്ലെങ്കിൽ അത് അൺമാർക്സിയൻ. അദ്ദേഹം ഉപയോഗിച്ച വാക്കാണ്, അൺമാർക്സിയനാണ്. ലെനിൻ മരിക്കുന്നവരെ ഇരിക്കാൻ കാരണം ലെനിൻ 50 വയസ്സ് കഴിഞ്ഞാൽ മരിച്ച ആളാ. അദ്ദേഹം 7 വർഷം ഇരുന്നിട്ടുള്ളൂ. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രം ഭരിക്കുന്ന രാജ്യം കൂടിയാണത്. ഇവിടെ 2 പ്രാവശ്യവും 3 പ്രാവശ്യവും മത്സരിച്ചവരെ മാറ്റി നിർത്തുകയും 75 വയസ്സ് കഴിഞ്ഞവരെ മാറ്റി നിർത്തുകയും 3 തവണയിൽ കൂടുതൽ പാർട്ടി ജില്ലാ സെക്രട്ടറിമാരും ഏരിയ സെക്രട്ടറിമാരും LC സെക്രട്ടറിമാരും സംസ്ഥാന സെക്രട്ടറിമാരും ജനറൽ സെക്രട്ടറിയും ആയിരിക്കണ്ടാൻ തീരുമാനിക്കുകയും ചെയ്തൊരു പാർട്ടിക്കകത്ത് നിന്നുണ്ടായി ഇത് പറയാം. അദ്ദേഹത്തെ നിങ്ങൾ എടുത്തോണ്ട് പോയേക്കുന്നത്. BJPയിലേക്ക് CPM-ന്റെ പോയെന്ന് പറയാൻ നിങ്ങൾക്ക് ഒരു കൈയിലെ 5 വിരൽ എണ്ണാൻ പറ്റത്തില്ല. പക്ഷേ 2 കൈയിലെ 10 വിരലും 2 കാലിലെ 10 വിരലും അയലത്തുകാരന്റെ വിരലും കൂടെ എടുത്താൽ പോലും നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പോയിട്ടുള്ള MP-മാരെയും MLA-മാരെയും മുഖ്യമന്ത്രിമാരെയും 3 സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന ആളാ ND തിവാരി, 3 സ്റ്റേറ്റിന്റെ. സാക്ഷാൽ K. കരുണാകരനേക്കാൾ വലിയ നേതാവ്. അതുപോലെ കേരളത്തിലെ 7 മുഖ്യമന്ത്രിമാർ. കേരളത്തിലെ അനിൽ ആന്റണിയെയും പത്മജ വേണുഗോപാലിനെയും ഉമ്മൻചാണ്ടിയുടെ മരുമകനെയും KPCC പ്രസിഡന്റ് സഹോദരനെയും ഒക്കെ BJPക്ക് കൊടുത്ത ഒരു പാർട്ടിയുടെ പ്രവർത്തകൻ വന്നിരുന്ന് പറയുക S. രാജേന്ദ്രൻ പോയെന്ന്. നാണോ മാനോ ഒക്കെ വേണ്ട ഇങ്ങനെ ഒരു കാര്യം ഉന്നയിക്കാൻ. ഇത്രയും ആളുകളെ കൊലയ്ക്ക് കൊണ്ട് കൊടുത്തിട്ട് KPCC